ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു വെണ്ടക്കക്കറിൻ്റെ റെസിപ്പി കാണാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ തേങ്ങ ഒന്ന് വറുത്തെടുക്കുകയാണ്. തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് വലിയ ജീരകവും തേങ്ങയും ചെറുള്ളിയും വെളുത്തുള്ളിയും കുറച്ച് കരിവേപ്പിലും കൂടെ ഇട്ടിട്ട് നമ്മളിതൊന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തേങ്ങ നല്ല വറവായി വരുന്ന സമയത്ത് നമ്മൾ അതൊന്ന് കോരി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളതൊന്ന് അരച്ചെടുക്കണം കേട്ടോ. നല്ല പേസ്റ്റായിട്ട് നമ്മളതൊന്ന് അരച്ചെടുക്കാം. ഇനി നമ്മൾ അതേ ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മളവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടക്കയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് വെണ്ടക്ക നല്ലൊന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ കരിയാത്ത വിധമാണ് നമ്മളിതൊന്ന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഈ വെണ്ടക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മളൊരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഓയിൽ നല്ലൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഉലുവയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. വെണ്ടക്കക്കറി വെക്കുമ്പോൾ ഉലുവ ഇട്ടിട്ട് താളിച്ചിട്ട് വെണ്ടക്കക്കറി വെക്കാൻ ട്രൈ ചെയ്ത് നോക്കുക. അത് നല്ലൊരു ടേസ്റ്റാണ്. ഉലുവൻ്റെ ഫ്ലേവർ നല്ല ഉണ്ടാവും കേട്ടോ. വെണ്ടയ്ക്കും ഉലുവയാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമ്മൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ട് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി നല്ലൊന്ന് വറവായി വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്തിട്ട് 2 പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതും പച്ചമുളകും കൂടെ ഒന്ന് വറവായി വരുന്ന സമയത്ത് നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. തക്കാളി നല്ലൊന്ന് കുക്കായി വരണം. അപ്പോൾ തക്കാളി കുക്കാകാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉപ്പൊക്കെ നമ്മളെ പാകത്തിനനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലൊന്ന് ബ്രൗണായി വന്നതിന് ശേഷം ഞാനിതാ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മുളകും പൊടി, ഒരു 2 സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് നല്ല ഇതിൻ്റെ പച്ച സ്മെല്ലൊന്ന് പോകുവോളം ഇതൊന്ന് വറുത്തെടുക്കാം. ഇതൊന്ന് വറവായി വരുന്ന സമയത്ത് നമ്മളിവിടെ വറുത്ത തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പേസ്റ്റാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നല്ല കട്ടിയിൽ തിക്കായിട്ടാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ അരച്ചെടുത്തുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരുവോളം നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക കേട്ടോ. കറി നല്ലൊന്ന് തിളച്ച് വന്നു. അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടില്ല വെണ്ടക്ക ഒന്ന് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ വെണ്ടക്ക ഇട്ടിട്ട് നമ്മളൊരു 1/4 മണിക്കൂറോളം ഇതൊന്നും കൂടെ തിളപ്പിച്ചെടുക്കാം. അപ്പോഴാണ് നമ്മളെ വെണ്ടക്ക നല്ലൊന്ന് കുക്കായി വരുള്ളൂ കേട്ടോ. വന്ന് നമുക്ക് എരിവും പുളിയും ഉപ്പൊക്കെ നല്ല അതിലേക്ക് പിടിക്കുള്ളൂ. പിന്നെ ഞാൻ ഉപ്പ് നോക്കിയിട്ട് കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അളവനുസരിച്ചിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് മൂടിയിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല കട്ടിയായിട്ടില്ല, ദോശയ്ക്കും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ വെണ്ടക്ക കറി ഇവിടെ റെഡി ആയിക്കണേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.